ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റി കട്ടിംഗ് ആണ് കേട്ടോ. നമുക്ക് നൈറ്റി എങ്ങനെ സിമ്പിളായിട്ട്, അതായത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും അറിയാത്തവർക്ക് പോലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഐഡിയയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തയ്യൽ മെഷീനൊക്കെ വീട്ടിൽ വെച്ചിട്ട് ചുമ്മാ കീറിയതൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നൈറ്റി ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവിനുള്ള മാക്സി എടുക്കാം. ഈ ഒരു മാക്സി തയ്ക്കുന്നത് പ്രഗ്നൻ്റ് ലേഡിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സി ഇതുപോലെ വെച്ച് കൊടുക്കുക. മാക്സി നമ്മൾ അളവിൻ്റെ മാക്സി വന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. നന്നായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. നമുക്ക് ഇത് വെച്ചിട്ടാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്, ഈ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ കൈക്കുഴീൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മുടെ ഇടത് കൈ ഇങ്ങനെ വിരലിങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് താഴ്ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് അളവിലാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ അളവിനെടുത്തിട്ടുള്ള മാക്സിയുടെ കറക്റ്റ് അളവ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ വെക്കുക. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രഗ്നൻ്റ് ലേഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികം ഷേപ്പൊന്നും ആക്കുന്നില്ല. നിങ്ങൾ അളവിനെടുക്കുന്ന മാക്സി കറക്റ്റായിട്ടുള്ള മാക്സി തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് തന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു അളവിനുള്ള മാക്സി എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളതൊക്കെ കറക്റ്റാക്കി കൊടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴോട്ട് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു കർവ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തും ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം അതൊന്ന് റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ. അതുകൊണ്ട് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൈക്കുഴീൻ്റെ ഭാഗത്ത് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് തയ്യൽ തുമ്പിനുള്ളതാണ് കേട്ടോ. ഇതുപോലെ 4 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തും നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് നമുക്ക് 2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. 2 ഇഞ്ച് വിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയുടെ ഭാഗത്തും അതുപോലെ അതിൻ്റെ താഴോട്ടും ചെസ്റ്റിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്ക് താഴോട്ട് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ 2 ഇഞ്ച് വിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. കൈക്കുഴിയുടെ ഭാഗത്ത് 4 ഇഞ്ചും ഷേപ്പ് വരുന്നിടത്ത് 2 ഇഞ്ചുമാണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ലേ, അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കുക. ഇനി ആ ഒരു ഉള്ളിലുള്ള തുണി മാറ്റിയിട്ട്, അതായത് ബാക്ക് പീസ് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് തുണിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ കുറച്ച് ഓവർ സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പീസ്, കൈയുടെ ഭാഗത്തൊരു പീസ് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ അളവിനുള്ള മാക്സി ഇതുപോലെ തുണിയുടെ മുകളിൽ വെക്കുക. ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ വിരൽ വെച്ച് അതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്ട്രാ തുണി ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ളതും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കൈക്കുഴിയുടെ മാർക്ക് ചെയ്തതിന് ശേഷം 4 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കൈക്കുഴിയുടെ ഭാഗത്ത് 4 ഇഞ്ചും അതുപോലെ തന്നെ താഴെ ഭാഗം വരുള്ളൂ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഇവിടെ ഒരു 2 ഇഞ്ച് അധികമാണ് നമ്മൾ എടുക്കുന്നത്.
അതായത് കൈക്കുഴിയുടെ അവിടെ 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അതുപോലെ തന്നെ കൈയുടെ ഭാഗം, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം 2 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എക്സ്ട്രാ എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്ത അളവിൻ്റെ എക്സ്ട്രാ എടുത്തിട്ടുള്ള അളവാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ തുണി എത്താത്തത് കാരണം ഞാൻ ഒരു പീസ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കൈ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പീസിൽ നമുക്ക് മുന്നിൽ ചെറിയൊരു ഫ്രില്ലിട്ടിട്ട് ഒരു ഡിസൈൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 2 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് ക്രോസ് പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കഴുത്തിൽ വെച്ചിട്ട് മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് കൂടി വേണം. നമ്മൾ സിബ് വെക്കുന്ന ഭാഗത്ത് മറിച്ചിടാൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കട്ടിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ സ്റ്റിച്ചിങ് കൂടി കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.